ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സാധാരണ ഞങ്ങൾ വീടിൻ്റെ അടുത്തു നിന്നൊക്കെയാണ് എന്തെങ്കിലും വാങ്ങാറ്. അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ തലേന്നായിരുന്നു കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വൈപ്പിനിലൊക്കെയാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റോളുകളുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നടന്നപ്പോൾ എന്ത് വാങ്ങിക്കും എന്നിങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഈ ഒരു ഒക്ടോപ്പസിനെ കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങിക്കണോ വേണ്ടേ എന്നിങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന്. വലിയ വലിയ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നേ. കൊഴുവ ഉണ്ടായിരുന്നു, സ്രാവ്, കൂന്തൽ, പിന്നെ ചാള നന്നാക്കി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്നതായത് കാരണം ഞങ്ങൾ ഇന്ന് ഒക്ടോപ്പസിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കങ്ങനെ ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. ഹസ്ബൻഡിൻ്റെ ഒരു നിർബന്ധത്തിന് എടുത്തതാണ്. അപ്പോൾ അവർ തന്നെ നന്നാക്കി തരും കേട്ടോ, നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിത് എടുത്തത്, അല്ലെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ അവരിങ്ങനെ പൊളിച്ചിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തലയുടെ ഭാഗത്ത് എന്തൊക്കെ കളഞ്ഞായിരുന്നേ. അപ്പോൾ അവർ നന്നാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവർ എങ്ങനെ കഴിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഒരു ടെൻഷനായിരുന്നു. പിന്നെ നമ്മുടെ സാധാരണ ആ ഒരു കൂന്തലൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഈ നന്നാക്കിക്കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിൽ 100 കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇത് കഴിച്ച വയറിന് വല്ല പ്രശ്നമാവും, ആദ്യമായിട്ടാണ് കഴിക്കണം. അപ്പോൾ എനിക്കിങ്ങനെ ചില സീ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വയറിന് പണി കിട്ടാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, വല്ല പ്രശ്നമാവോ, ക്രിസ്മസിൻ്റെ അന്ന് വല്ല വയറ് പണി കിട്ടി കിടക്കുമോ, അങ്ങനെയൊക്കെ 100 ചിന്തകളായിരുന്നു കേട്ടോ. പിന്നെ ഇത് എങ്ങനെ കറി വയ്ക്കും, ഇത് എന്താ, എങ്ങനെ അരിഞ്ഞിട്ട്, എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തിട്ടാണോ, എങ്ങനെയാണ്, ഒന്നും ഐഡിയ ഉണ്ടായില്ല. ഫ്രൈ ആണോ റോസ്റ്റ് ആണോ കറി എന്താ ചെയ്യാമെന്നൊക്കെ 100 സംശയങ്ങളായിരുന്നു കേട്ടോ. അത് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വാങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഒരു അമ്മമ്മ കേട്ടോ, അവർ പിന്നെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ മീനൊന്നും വാങ്ങിക്കുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പുറകെ നടന്നു കേട്ടോ. കുറേ നേരം ഇങ്ങനെ നടന്നു. അപ്പോൾ അവസാനം ഞങ്ങളത് വാങ്ങിക്കേണ്ടെന്ന് വെച്ചതായിരുന്നു. പിന്നെ പല്ലിമീനായിരുന്നു കേട്ടോ, പല്ലിമീനെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 100 രൂപയ്ക്ക് 2 കിലോ ഉണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ അതും വാങ്ങിച്ചു കേട്ടോ. പാവമല്ലേ എന്ന് ഓർത്തിട്ട്. അവർക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുറച്ച് കൂന്തലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതെല്ലാം കൂടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ സംഭവം ഇങ്ങനെയായിരുന്നു. ഞാൻ കൈ വെച്ച് പിടിച്ച് നോക്കിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ എന്തോ പോലെ ആയിരുന്നിട്ട് പിടിച്ചപ്പോഴത്തേക്കും. പിന്നെ ഞങ്ങളത് വീട്ടിൽ വന്നിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഒന്നും കൂടി ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട്. അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞ് ഈ വല്ല പ്രശ്നമുണ്ടല്ലോ എന്ന് വെച്ച് നന്നായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് കഴുകിയിട്ടു. വീട്ടിലെത്തണ വരെ ഞങ്ങളിത് ഫ്രൈ ആക്കാനുള്ള തീരുമാനമായിരുന്നു കേട്ടോ. പക്ഷെ ഫ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ നന്നായിട്ട് വെന്ത് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പരട്ടി കുക്കറിൽ 2 വിസിലെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങാനും വയറിൽ നമുക്ക് പണി കിട്ടിയാലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേവിച്ചതിന് ശേഷം ഒരു ചൂടാറിയിട്ടൊക്കെ വേണം നമുക്കിനി കട്ട് ചെയ്തൊക്കെ റെഡിയാക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. ഇത് അങ്ങനെ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണല്ലോ അതിൻ്റേതായൊരു ആ ഒരു ഭംഗിയിൽ ഞങ്ങൾ കുക്ക് ചെയ്തെടുക്കാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ റോസ്റ്റ് ആക്കണ പോലെ തന്നെ സവാള ആദ്യം വഴറ്റി, പിന്നെ കറിവേപ്പില, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടാണ് റോസ്റ്റ് പരുവം പോലെ ആക്കി കേട്ടോ. അപ്പോൾ വെറുതെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ റോസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ടൈം ഒരുപാടായി, ഭയങ്കര ക്ഷമയ്ക്ക് നശിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ പൊടികളൊക്കെ മസാലകളൊക്കെ ഇട്ടു. മുളക് പൊടി, കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ പൊടികളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വേവിച്ചപ്പോൾ അതിൽ ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്പൈസി ഒന്നും ആക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ചെറിയൊരു ഗ്രേവി ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഈ നമ്മൾ കുക്കറിൽ വേവിച്ച വെള്ളവും നമ്മുടെ ഒക്ടോപ്പസിനെയും കൂടി അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിനകത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് ഈ വെള്ളം വറ്റിച്ചെടുക്കണ വരെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വറ്റിച്ചു. പിന്നെ ഞങ്ങൾ തുറന്ന് വെച്ചിട്ട് വെള്ളം മുഴുവനും വറ്റിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒക്ടോബസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണതാണ്. തുറന്നപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഗ്രേവി ഒട്ടും വേണമെന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ വറ്റിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് ഞങ്ങൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഒക്ടോബസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഡിഷ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. കഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ തന്നെ ഇത് മുറിച്ച് അങ്ങോട്ട് കഴിക്കുമായിരുന്നു, കട്ട് ചെയ്തിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യം പേടിയായിരുന്നു. പിന്നെ ഞാൻ ടേസ്റ്റ് പിടിച്ചപ്പോൾ അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ.